ഈ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കണം. നമുക്കറിയാം അവിടെ സൈന്യത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സമ്മർദ്ദത്തിലാണ് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുന്നത്. വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നുണ്ടാവുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പം 3-4 ദിവസമായിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും തെരുവിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അജിംസ്, എന്താണ് ബംഗ്ലാദേശിൽ യൂനുസിൻ്റെ ഭാവി? അതൊരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു പോപ്പുലർ അപ്രൈസ് ഉണ്ടായി. ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു സമരത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിടേണ്ടി വന്നു. അവിടെ ഒരു ഇൻ്ററിം ഗവൺമെൻറ്, ഒരു ഇടക്കാല ഗവൺമെൻറ് വന്നു. ആ ഇടക്കാല ഗവൺമെൻറ്റിന് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാതെ ഈ മുഹമ്മദ് യൂനുസിനെ പോലെ ഒരു ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നു. പ്രധാനമന്ത്രി എന്ന പേരില്ല, അദ്ദേഹം ഒരു അഡ്വൈസർ എന്ന പദവിയിലാണ് ഇരിക്കുന്നത്. അത്രയും ഓക്കെയാണ്. പക്ഷേ ഈ ഇടക്കാല ഗവൺമെൻറ്, സാധാരണ ഇടക്കാല ഗവൺമെൻറ്റുകളുടെ പണി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപ്രൈസിംഗ് ഉണ്ടായി, ഒരു പട്ടാള അട്ടിമറി ഉണ്ടായി, അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഉള്ള ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് എന്ന നിലയിലാണ് പ്രവർത്തിക്കുക. പക്ഷേ ഇവരങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗമായി അന്ന് ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാക്കൾ അതിലുണ്ട്. പിന്നെ കുറേ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബീഗം ഖാലിദ സിയ, ഷെയ്ഖ് ഹസീന, ഈ 2 പ്രധാനമന്ത്രിമാർ, പല ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇവരും ഇവരുടെ പാർട്ടിയും തമ്മിലുള്ള റൈവലറിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കുറേ നാളുകളായി അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ എതിർ പാർട്ടിയെ, പ്രതിപക്ഷത്തെ പരമാവധി ആക്രമിക്കുക, അവരുടെ നേതാക്കളെ ജയിലിലടയ്ക്കുക, അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പോൾ യുദ്ധവിചാരണ കോടതി എന്ന പേരിലൊരു കോടതി ഉണ്ടാക്കി ബംഗ്ലാ വിമോചന കാലത്ത് പാകിസ്ഥാനോടൊപ്പം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തുള്ള പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത്. അതേസമയം ഇവർ അധികാരത്തിൽ ചെയ്യുന്നതാണ് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന, അവർ അധികാരത്തിൽ നേരെ തിരിച്ചായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അട്ടിമറി നടന്നു. അതിനുശേഷം ഇടക്കാല സർക്കാർ വരുന്നു. ഈ ഇടക്കാല സർക്കാർ ചെയ്യുന്ന ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നീക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി തന്നെ നിരോധിച്ചു കളഞ്ഞു. ഒരു പാർട്ടിയെ നിരോധിക്കുകയാണ്. പാർട്ടി നിരോധിക്കുക മാത്രമല്ല, മുമ്പ് ഷെയ്ഖ് ഹസീന ചെയ്ത മാതൃകയിൽ അവരുടെ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അവരുടെ പേരിൽ ഇവരെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും വിചാരണ ചെയ്യാൻ പോവുകയാണ്. അത് എത്രമാത്രം ജനാധിപത്യപരവും ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി പ്രശ്നക്കാരിയാണ്. അവർ അട്ടിമറിച്ചു, പുതിയ സർക്കാർ വന്നു. പക്ഷേ അവരുടെ പാർട്ടിയെ തന്നെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ, ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിയിൽ അതിൽ ധാരാളം അനുയായികളുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ നിരോധിച്ച് കളയുക, അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിൻ്റെ ചരിത്രപരമായ ചില വീഴ്ചകൾ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നീതിന്യായ വ്യവസ്ഥയും പോലീസിനെയും സൈന്യത്തെയും എല്ലാം പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നു, കോടതികളെയും. അപ്പോൾ കോടതികളുടെ ജുഡീഷ്യൽ റിഫോർമേഷൻ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിഫോർമേഷൻ, ഇപ്പോൾ ടാക്സ് റിഫോർമേഷന് വേണ്ടിയുള്ള ശ്രമം അടുത്ത ജീവനക്കാരെ എതിർപ്പ് നടത്താൻ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു റിഫോം കൊണ്ടുവരിക, ഭരണഘടന റിഫോം ചെയ്യുക, ഭരണഘടന പരിഷ്കരിക്കുക, അത് ഇവരുടെ പ്ലാനിൽപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നല്ലതാണെങ്കിലും എതിർപ്പുണ്ടാവും, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനുണ്ടാവും എതിർപ്പുണ്ടാവും. ഈ എതിർപ്പ് വരുന്ന സാഹചര്യത്തിൽ ആണ് BNP ആവശ്യപ്പെടുന്നത് ഈ 2025 ഡിസംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്, കഴിഞ്ഞ വർഷം അധികാരം ഏറ്റെടുത്ത. ഇവരിങ്ങനെ എന്താണ് പറയുക, അലക്ഷ്യമായി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അലക്ഷ്യം എന്നും പറയാം, കാരണം ഇവരുടെ ലക്ഷ്യം വേണമല്ലോ അതിന്. അലക്ഷ്യമായും അനന്തമായും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ BNP ആവശ്യപ്പെടുന്നു 2025 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. കെയർ ടേക്കർ ഗവൺമെൻറ് പറയുന്നുണ്ട് 2026 ജൂലൈയിൽ നടത്താം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സൈന്യം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സൈന്യം സാധാരണ രീതിയിൽ പാകിസ്ഥാൻ്റെ അതേ സ്വഭാവമുള്ളൊരു സൈന്യമാണത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്ന സൈന്യമാണ്. അവർ പറയുകയാണ്, അപ്പോൾ ഈ ഇടക്കാല ഗവൺമെൻറ് ഒരു പുതിയ പ്ലാനുണ്ട്. അത് UN കൂടി സപ്പോർട്ടുള്ള ഒരു പ്ലാനാണ്. നമുക്കറിയാം, തൊട്ടടുത്ത് അയൽപക്കത്ത് വന്ന രാജ്യമാണ് മ്യാൻമറിൽ നിന്ന് ഈ റോഹിംഗ്യകൾ ധാരാളമായി അഭയാർത്ഥികളായിട്ടുള്ള രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ലക്ഷക്കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളുള്ള സ്ഥലമാണ്. അപ്പോൾ UN ഒരു സജഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ, ഈ രാഖൈൻ എന്ന് പറയുന്ന റോഹിംഗ്യകളുള്ള ആ പ്രവിശ്യയിലേക്കൊരു കോറിഡോർ ഉണ്ടാക്കണം. കാരണം അവിടെ നിന്ന് ആൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയണം, ഇവിടെ നിന്ന് എയ്ഡ്, അതായത് സഹായങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ കഴിയണം. കാരണം മ്യാൻമർ ഇപ്പോൾ ഭരിക്കുന്ന ഒരു പട്ടാളമാണ്, ആ പട്ടാളം തന്നെയാണ് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നാഷണൽ സോവറിനിറ്റിക്കും നാഷണൽ സെക്യൂരിറ്റിക്കും എതിരാണ് എന്നാണ് സൈന്യത്തിൻ്റെ അഭിപ്രായം. നമ്മൾ അവരോട് അനുഭാവം പ്രകടിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കോറിഡോർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ മ്യാൻമർ ഇറങ്ങി കളിക്കാൻ തുടങ്ങും. അത് നമ്മുടെ
സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരായി മാറും എന്നാണ് സൈനിക മേധാവി തന്നെ ഒന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോൾ മൊത്തം പ്രശ്നം. കാരണം ഒരു സൈനിക മേധാവി തന്നെ ഈ കെയർടേക്കർ ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല ഇലക്ഷൻ നടത്തണമെന്നും പറയുന്നു. ഇങ്ങനെ ഇലക്ഷൻ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. മാത്രമല്ല ബംഗ്ലാദേശിൽ നിലവിൽ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നത് സൈന്യമാണ്, പോലീസല്ല. അപ്പോൾ ഞങ്ങൾക്ക് ബാരാക്കിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങളെ തെരുവിൽ നിന്ന് മാറ്റൂ എന്നാണ് സൈനിക മേധാവി പറയുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വശത്ത്. മറ്റൊന്ന് മുഹമ്മദ് യൂനുസിൻ്റെ തന്നെ ഗവൺമെൻറ്റിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ ചില പ്രതിനിധികളെന്ന് പറഞ്ഞു, അഡ്വൈസേഴ്സ് എന്ന പദവിയിലിരിക്കുന്നുണ്ട്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, NCP എന്നാണ് അതിൻ്റെ പേര്, നാഷണൽ സിവിലിയൻ പാർട്ടി, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾ അവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ ആളുകൾ എവിടെയാണ്? ഗവൺമെൻറ്റിലുണ്ട്. അത് ശരിയാണോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്ത പാർട്ടികൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നു വരുന്നു. ഇവിടെയാണ് മുഹമ്മദ് യൂനുസ് ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. പക്ഷെ അത് അല്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ പോലും സുഗമമല്ല ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കെയർടേക്കർ സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പുതിയ സർക്കാർ, ജനാധിപത്യ സർക്കാർ രൂപീകരിക്കുകയാണ്. അവർ റിഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തോട്ടെ. അതിൽ രാജ്യത്തെ മൊത്തം നന്നാക്കിയിട്ട് ഞങ്ങൾ ജനാധിപത്യം നടപ്പാക്കാം. ആ നന്നാക്കലൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇത് ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നന്നാക്കലാണ്. എതിരഭിപ്രായങ്ങളുണ്ടാവും. ആ എതിരഭിപ്രായങ്ങൾ പരിഗണിക്കാത്തത് ജനാധിപത്യമല്ല. മറ്റൊന്ന്, ഈ അവാമി ലീഗിനെ എന്തിന് നിരോധിക്കണം? അപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ട്രയൽ നടത്തി അവരെ ശിക്ഷിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഒരു പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് വേണം ഞങ്ങൾ റിഫോർമേഷൻ നടത്താൻ, രാജ്യത്തെ മാറ്റിമറിക്കാൻ എന്നൊക്കെ പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. നിഷാദ്, തെരഞ്ഞെടുപ്പിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ കടമകളുണ്ട്. ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ഇപ്പം തെരുവിലേക്ക് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇറങ്ങുന്നതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് പെട്ടെന്ന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുമോ? ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒന്നല്ല. കഴിഞ്ഞ വർഷം അധികാരം പറ്റിയ ഒരു സർക്കാരിന് ഈ വർഷം ആദ്യം തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആവശ്യമായ നടപടി എടുക്കാമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയില്ലേ, അതായത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ മൊത്തം ഒന്ന് ആകപ്പാടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അപ്പോൾ ഞങ്ങളെ ഒരു കാവൽ സർക്കാരിനെ നിയോഗിച്ചു. ആ കാവൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ സ്വയമേ വിചാരിച്ചത് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദൈവദത്തമായി നിയോഗിക്കപ്പെട്ടവർ ഞങ്ങൾ സമ്പൂർണ്ണമായും ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ബാധ്യതപ്പെട്ടവരും അർഹതപ്പെട്ടവരും അധികാരമുള്ളവരുമാണ് എന്ന നിലയ്ക്ക് പെരുമാറുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നിയമം, അതായത് ഈ അവിടുത്തെ ടാക്സ് ബോർഡ് പിരിച്ചുവിടുകയൊക്കെ ചെയ്തു. അതൊക്കെ പിന്നീട് പിൻവലിക്കേണ്ടി വരുന്നത് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതിലും അഴിമതിയൊക്കെ സംശയം തോന്നിയാൽ 14 മണിക്കൂർ 24 മണിക്കൂർ അവരെ 10 ദിവസത്തിനകം അവരെ പിരിച്ചുവിടാനുള്ള പുതിയ നിയമം കൊണ്ടിരുന്നു. അത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. അവിടുത്തെ സ്കൂൾ അധ്യാപകർ പ്രൊട്ടസ്റ്റിലാണ്. പലതരത്തിലുള്ള ഓഫീസർമാർ പല ജീവിത മേഖലകളിലെ മനുഷ്യരോട് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ജനാധിപത്യ രൂപിയല്ലാത്ത വിധത്തിൽ ഒരുതരം ഏകപക്ഷീയ സ്വഭാവമാണല്ലോ ഇതിന്. ഒരു കെയർടേക്കർ ഗവൺമെൻറ് എന്ന് വെച്ചാൽ അതിന് ഡെമോക്രാറ്റിക് സ്പേസസിനോടൊന്നും അക്കൗണ്ടബിൾ അല്ല. അങ്ങനത്തെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ പരമാവധിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒപ്പം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അത് ആകെപ്പാടെ അലമ്പാക്കി കളയുന്നു. ഇപ്പോൾ സൈന്യത്തിൻ്റെ പ്രധാന കൺസേണുകൾ ഒന്നതാണെന്ന് പറഞ്ഞു. കാരണം രാഷ്ട്രീയ സുസ്ഥിരതയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നതാണ് നല്ലത്. നിങ്ങളത് കുഴപ്പമാക്കണം. മുഹമ്മദ് യൂനുസ് നടത്തുന്ന ഇന്ത്യ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഗവൺമെൻറ് വരും. ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കും. അപ്പോൾ ഞങ്ങൾ പിൻവാങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾ ഇന്ത്യയുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള അഭിപ്രായത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത് മുഴുവൻ ശരിയാക്കിയിട്ട് വേണം ഒരാളുടെ കയ്യിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് വീണ്ടും നാശമാകും എന്ന മട്ട് സ്വീകരിക്കുന്നു. അതിനൊരു ഏകാധിപത്യ സ്വഭാവമുണ്ട്. അടിസ്ഥാനപരമായി ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തോട് മമതയില്ല എങ്കിൽ വീണ്ടും അത് അപകടത്തിലേക്ക് പോകണം. ഇപ്പോൾ എന്താണ്? സൈന്യവും സർക്കാരും തമ്മിൽ റിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ റിഫ്റ്റ് വലുതാവാനുള്ള സാധ്യത പലതരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഭരണഘടനയിലെ അവ്യക്തമായ ചില സംഗതികളുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കെയർടേക്കർ സർക്കാരിനെ എടുത്തു കളയാം. അനന്തമായി നീണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പ് വൈകുന്നു. ബംഗ്ലാദേശിലെ ഭരണഘടന പ്രകാരം ഒരു ഗവൺമെൻറ് താഴെ വീണാൽ അടുത്ത 90 ദിവസത്തിനകത്ത് കാവൽ സർക്കാർ മാറി പുതിയ ഗവൺമെൻറ് വരണമെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിനെ എടുത്തു കളയാനും സൈന്യത്തിന് വരികയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരുതരം മുഷ്ടി രണ്ട് ഭാഗവും പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി വീണ്ടും ഒരു അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റും എതിർസ്വരവും ഉയർന്നു വരുന്നുണ്ട്. കാവൽ സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾ ആദ്യത്തെ ഒരു നവീകരണ മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം കൈവിട്ട് അധികാരമോഹികളും അധികാരരൂപികളുമായി മാറിയിരിക്കുന്നു. അവർ തന്നെയും അവരുടെ സ്വന്തം പാർട്ടിയിൽ ഉണ്ടാക്കിയ അധികാരത്തിൻ്റെ ഭാഗം ബൈപ്പാസ് ചെയ്ത് തന്ത്രപരമായ വഴിയിലൂടെ തെരഞ്ഞെടുപ്പില്ലാതെ ഇരിക്കാനും അത് നീട്ടിക്കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നു. അത് സ്വാഭാവികമായും
എന്തിനാണ് ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായത്? അത് ജനാധിപത്യ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു, ആൻഡ് ഫെയർ ഭരണമില്ല എന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതേ സംഗതി ആവർത്തിക്കപ്പെടാൻ ശ്രമിക്കുകയും അധികാരം കയ്യിൽ കിട്ടിയവർക്ക് അതേ സ്വഭാവം വീണ്ടും വരികയും ചെയ്താൽ എന്തായിരിക്കുമോ സംഭവിക്കുക? അതാണ് നാം കാണുന്നത്. ബംഗ്ലാദേശിൽ നേരത്തെ അജിൻസുള്ള സൈന്യത്തിന് കൃത്യമായ റോളുള്ള സ്ഥലമാണ്. അവിടെ സൈന്യം ഒരു കാര്യത്തിൽ എടുക്കുന്ന പൊസിഷനും അവർ പറയുന്ന അഭിപ്രായ വ്യത്യാസവും അപകടത്തിൻ്റെ വലിയ സൂചനകളാണ്.